ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഈ സിങ്ക് മൊത്തത്തിൽ കുത്തി ഇളക്കി കളയണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം പൈസ ചെലവാ? ചേട്ടാ, ഈ മൾട്ടിപർപ്പസ് സിങ്ക് എടുത്താൽ വല്ല പ്രയോജനം ഉണ്ടോ, അതോ നമ്മുടെ ക്യാഷ് പോകും? പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രയോജനമാണ്. പക്ഷെ ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ലോക്കൽ ബ്രാൻഡിലേക്ക് പോകരുത്. ചൈന ബ്രാൻഡാണ് കൂടുതലും, എങ്കിൽ പോലും കുറച്ച് നല്ല സാധനം വാങ്ങാൻ നോക്കുക. കാര്യം ഒരു 8,000 രൂപയ്ക്കും 9,000 രൂപയ്ക്കും എല്ലാം മൾട്ടിപർപ്പസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഇത് കാണുന്നില്ലേ, ഇത് സ്മാക്ക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. പക്ക 304 ആണ്. ഇത് കൂടാതെ പ്രിൻസിന്റെ 304 അവൈലബിൾ ആണ്. ഇതെല്ലാം ഒരു പ്രിൻസിന്റെ ഒക്കെ റേഞ്ച് വരുമ്പോഴത്തേക്ക് ഒരു 40,000 റേഞ്ചാണ് MRP വരിക. സ്മാക്ക് ആണെങ്കിൽ അറൗണ്ട് 50,000 വരും. ഈ നോർമലി കിട്ടുന്നതൊന്നും 304 ആയിരിക്കില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഈ 10,000 രൂപയ്ക്കൊന്നും കിട്ടാനും പോകുന്നില്ല. അതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്നറിയോ, നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, വെജിറ്റബിൾ വാഷ്, ഈ കാണുന്നില്ലേ ഗ്ലാസ് വാഷർ, നമുക്ക് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഈസി ആയിട്ട് വാഷ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഈ സിങ്ക് മൊത്തത്തിൽ കുത്തി ഇളക്കി കളയണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം പൈസ ചിലവാ. അതുകൊണ്ട് തന്നെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡഡ്, ഇപ്പം പ്രിൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 304 വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സസറീസ് വാറന്റിയോട് കൂടി നമുക്കൊരു 16,500 17,000 രൂപയ്ക്കൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് റേഞ്ചും നമുക്കൊരു 12,000 തൊട്ട് മേളിലേക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളെ കസ്റ്റമറോട് ഉറപ്പായിട്ടും ആ പ്രിൻസ് തൊട്ട് മേളിലേക്കുള്ളത് മാത്രമേ എടുക്കാനായിട്ട് പറയൂ. കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് കഴിഞ്ഞാലും അറിയാലോ, ഏറ്റവും കൂടുതൽ യൂസ് വരുന്നതാണ് കിച്ചൺ സിങ്ക്. അപ്പൊ അതായിരിക്കണം, അതിന്റെ ടാപ്പ് ആയിരിക്കണം ഏറ്റവും ക്വാളിറ്റി ഉള്ളത്. ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 304 തന്നെ വാങ്ങിച്ചു വെക്കാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഈ പറഞ്ഞ ഒരു 16,500 മേളിലേക്കുള്ള സിങ്കുകൾ നോക്കി സെലക്ട് ചെയ്യുക. ഓക്കെ.